നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,328 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഒരു ക്ലോസിംഗ് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഏരിയനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു ഏരിയ കുറച്ചൊരു ഡേഞ്ചർ സോൺ ആണ്. മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനായിട്ട് ഒരു സാധ്യതയുള്ള ഏരിയയാണ്. പക്ഷേ ട്രെൻഡ് സ്റ്റിൽ പോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്ട് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചായിരുന്നു. ഇന്നത്തെ ഒരു രാവിലത്തെ ഒരു സെക്ഷൻ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. കാരണം നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു 24,375. ഈ ഏരിയ ആണ് റെസിസ്റ്റൻസ് സോൺ. മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ ആണ് ഈ ഒരു ഏരിയയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് മാത്രം ഇമ്പോർട്ടൻസ് നൽകാനായിട്ട് സൂചിപ്പിച്ചായിരുന്നു. അതിനുശേഷം നമ്മുടെ സപ്പോർട്ടിലേക്ക് ഹോൾഡ് ചെയ്യുന്നതാണ് നിഫ്റ്റി അത് കണ്ടിരുന്നത്. അതിനുശേഷം ലാസ്റ്റ് ഒരു സെക്ഷൻ വരെ ആ ഒരു പോസിറ്റീവ് മൊമെന്റം നിലനിർത്തിക്കൊണ്ട് 300ന്റെ മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കറണ്ട് ട്രെൻഡിൽ ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതായത് ഇന്ന് ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരിക്കുന്ന ഏരിയ റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ അതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ, ക്ലോസ് ചെയ്തിട്ടില്ല, ക്ലോസിംഗ് ബേസിസിൽ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അതായത് ക്ലോസിംഗ് ബേസിസിൽ എന്ന് പറയുന്നത് ഡെയിലി ക്യാനലാണ്. ഡെയിലി ക്യാനൽ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ക്ലോസിംഗ് ബേസിസിൽ അതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ വീണ്ടും അപ്പ് മൊമെന്റം പ്രതീക്ഷിക്കാം. വീണ്ടും മുകളിലേക്ക് മാർക്കറ്റിന്റെ ഒരു അപ്പ് മൊമെന്റം പ്രതീക്ഷിക്കാം. അടുത്ത റെസിസ്റ്റൻസുകൾ വരെ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിഫ്റ്റി ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. വരും ദിവസങ്ങളിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, എന്തനുസരിച്ചാണ് കൃത്യമായിട്ട് നമുക്ക് നിഫ്റ്റിയെ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇവിടെ 24,395 എടുത്തിരിക്കുന്നത്. 395 റെസിസ്റ്റൻസ്. അപ്പോൾ ഇൻ കേസ് 400ന്റെ മുകളിൽ ഓപ്പൺ ചെയ്താലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 395 താഴത്തേക്ക് വന്ന പ്രോഫിറ്റ് ബുക്കിംഗിന്റെ ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 395 താഴെ പ്രോഫിറ്റ് ബുക്കിംഗിനാണ് സാധ്യത. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇൻ കേസ് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈർ ഓപ്പർച്യൂണിറ്റി. ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ചെറിയ ടൈം ഫ്രെയിമിൽ, വലിയ ടൈം ഫ്രെയിമിൽ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ റെസിസ്റ്റൻസ് ഉണ്ട് ഈ ഏരിയയിൽ. കുറച്ചൊരു ഡേഞ്ചർ സോൺ ആണ്. ഈ ഏരിയയിലെ ഫാൾസ് മൊമെന്റത്തിന് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ആയിരിക്കണം ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. 24,460 നാളെ എക്സ്പയറി ആണ്. അപ്പൊ 24,460 ആണ് ഈ ഹയർ ലെവൽ റെസിസ്റ്റൻസ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഹയർ ലെവൽ ആയാലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, സപ്പോർട്ട് താഴെ നിലനിന്ന ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 395 400 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ നമുക്ക് ഈ ഒരു ഏരിയയിലെ ഇടയിൽ ഓപ്പൺ ചെയ്താലാണ് കുറച്ചൊരു മൂവ്മെന്റ്, കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരിക്കുക. അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ അല്ലെങ്കിൽ നമുക്കൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു എൻട്രി കിട്ടാനായിട്ട് എപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസിനായിട്ട് വെയിറ്റ് ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രി നമുക്ക് കിട്ടും. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇൻ കേസ് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ലോവർ ലെവൽ ഇത് രണ്ടാണ് സപ്പോർട്ട് കാണുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ വേറെ സപ്പോർട്ട് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നല്ലൊരു എൻട്രി കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. നമുക്ക് നല്ല മൊമെന്റം, നല്ലൊരു മൂവ്മെന്റ് കിട്ടുന്ന എൻട്രീസ് ആണ് നമ്മളത് ഫോളോ ചെയ്യുന്നത്. അല്ലാത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്കൊരു ആക്രസി ലെവൽ നമുക്കത് കിട്ടില്ല. അപ്പൊ ഈ ഒരു ലെവലിൽ നമുക്ക് ഒരു സപ്പോർട്ട് കാണുന്നത് 24,340 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 340 താഴെയുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. 24,220 താഴെ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ടൈമിൽ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവലിൽ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് ഇന്ന് ബൗൺസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് 24,120. ഇത് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ ആണ്. 24,120 അതുപോലെ തന്നെ 24,075. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ട് സോണിലാണ്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അടുത്ത റെസിസ്റ്റൻസ് എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീണ്ടും റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ വീണ്ടും മാർക്കറ്റിന്റെ ഒരു മൊമെന്റം മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതേ രീതിയിൽ എപ്പോഴും മാർക്കറ്റിനെ മാനേജ്, സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നാളത്തെ ഒരു മൊമെന്റ് ആയാലും ഈ ഏരിയയിൽ ചോപ്പി മൊമെന്റത്തിന് ഒരു സാധ്യത കൂടുതലാണ്. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.